ഇന്ത്യൻ എയർഫോഴ്സിൽ വിമാനങ്ങളുടെ ക്ഷാമം പരിഹരിക്കാനുള്ള പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ് രാജ്യം. അതിനുവേണ്ടി നമ്മുടെ കേന്ദ്ര സർക്കാർ ഒരു ഉന്നതതല സമിതിയെ രൂപീകരിച്ചു. വ്യോമസേനയുടെ സന്നാഹങ്ങൾ ഉയർത്തുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. അത് വേണം എന്ന കടുത്ത നിലപാടിലാണ് കേന്ദ്ര സർക്കാർ ഉള്ളത്. 42 സ്ക്വാഡനുകളാണ് ഇപ്പോൾ സേനയ്ക്ക് അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ 31 മാത്രമേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. MiG-21 സ്ക്വാഡ്രനുകൾ 2 കാര്യക്ഷമമല്ല. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ പ്രതിസന്ധി പരിഹരിക്കണം എന്ന ആവശ്യം ശക്തമാണ്. അതെങ്ങനെ പരിഹരിക്കണം എന്നതിന് ഒരു റോഡ് മാപ്പ് വേണം. ആ റോഡ് മാപ്പ് കണ്ടെത്താൻ ഉള്ള ഒരു പദ്ധതിയാണ് ഇപ്പോൾ പുതിയ ഈ സംഘത്തെ ഏൽപ്പിക്കുന്നത്. പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിൻ്റെ നേതൃത്വത്തിൽ ആണ് ഇപ്പോൾ ഈ ഉന്നതതല സമിതിയെ രൂപീകരിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ വ്യോമസേന അത് ഇപ്പോഴത്തെ കാലത്തിന് അനുയോജ്യമായ തരത്തിൽ ശക്തിപ്പെടുത്തുക, ഒപ്പം തന്നെ ആധുനികവൽക്കരിക്കുക എന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ ഒരു ഉന്നതതല സമിതിയെ രൂപീകരിച്ചിട്ടുള്ളത്. 114 പുതിയ 4.5 തലമുറ യുദ്ധവിമാനങ്ങളുടെ സംഭരണം നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അത് തീർച്ചപ്പെടുത്തിയിട്ടില്ല. തേജസ് വിമാനങ്ങളുടെ ഇൻറ്റൻഷൻ ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. അത് ചില അനിശ്ചിതത്വങ്ങൾ അതിൽ ഉണ്ട്. അത് പെട്ടെന്ന് പരിഹരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും സിംഗ് അധ്യക്ഷനായ സമിതി 2025 ജനുവരി അവസാനത്തോടെ റിപ്പോർട്ട് സമർപ്പിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജേഷ് കുമാർ സിംഗിനെ കൂടാതെ കമ്മിറ്റിയിൽ വേറെയും ചില പ്രമുഖരുണ്ട്. ഒന്ന് നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO മേധാവി സമീർ വി കാമത്താണ്. അതോടൊപ്പം തന്നെ സെക്രട്ടറി ഡിഫൻസ് പ്രൊഡക്ഷൻ സജീവ് കുമാറും ഈ സംഘത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഡെപ്യൂട്ടി ചീഫ് എയർ മാർഷൽ തേജീന്ദർ സിംഗ് ഇവർക്കൊപ്പം ഈ കാര്യങ്ങൾ ശക്തമായി പഠിക്കുകയും ചെയ്യും. അപ്പോൾ ഇവരുൾപ്പെട്ട ഒരു സമിതിയാണ് സേനയെ ഏതു തരത്തിൽ നവീകരിക്കണം എന്ന കാര്യം തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ പാകിസ്ഥാനിൽ നിന്നുള്ള സമ്മർദ്ദം ശക്തമാവുകയാണ്. പാകിസ്ഥാനെ ശക്തമായി നിരീക്ഷിക്കേണ്ട ഒരു ആവശ്യം ഉണ്ട്. അപ്പോൾ ഒരേ സമയം പാകിസ്ഥാനെയും ചൈനയെയും സംയുക്തമായി അഭിമുഖീകരിക്കേണ്ട ഒരവസ്ഥയാണ് ഇന്ത്യൻ സേനയ്ക്കുള്ളത്. ചൈനയുമായുള്ള ബന്ധങ്ങൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മെച്ചപ്പെടുന്നുണ്ട്. പക്ഷേ നിരീക്ഷണം ശക്തമായി തന്നെ വേണം. കാരണം ഏതു സമയത്തും അവിടെ നിന്നൊക്കെയുള്ള അവരുടെ താല്പര്യങ്ങൾ മാറാം. അപ്പോൾ ആ ഘട്ടങ്ങളിലൊക്കെ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കാനൊക്കെ ചിലപ്പോൾ നിർബന്ധിതരാകും. ഏതായാലും ചില ജെറ്റുകൾ നേരിട്ട് വിദേശത്തു നിന്ന് ഏറ്റെടുത്തേക്കും എന്ന് സൂചനകൾ ഉണ്ട്. മറ്റുള്ളവ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ തേജസ് എഞ്ചിനുകൾക്ക് ആവശ്യമായ ഘടകങ്ങൾ ഇറക്കുമതി ചെയ്യും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. പ്രതിസന്ധി യുദ്ധവിമാനങ്ങളുടെ കുറവ് മാത്രമല്ല. സേനയ്ക്ക് ഇപ്പോൾ 6 മിഡ് എയർ ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് നമുക്ക് യഥാർത്ഥത്തിൽ ആവശ്യമായത് 18 എണ്ണമാണ്. അതുപോലെ ഇപ്പോൾ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ എയർക്രാഫ്റ്റിൻ്റെ കാര്യം അത് വളരെ സുപ്രധാനമാണ്. എയർഫോഴ്സിന് ഇപ്പോൾ 6 വിമാനങ്ങളാണ് അങ്ങനെയുള്ളത്. അത് പാകിസ്ഥാനേക്കാൾ കുറവാണ് എന്ന് ചിലരൊക്കെ വിമർശിക്കുന്നുണ്ട്. അപ്പോൾ കുറഞ്ഞത് 12 ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ എയർക്രാഫ്റ്റുകളെങ്കിലും നമുക്ക് ഉണ്ടായിരിക്കണം. അതാണ് നമ്മുടെ വ്യോമസേന വിഭാവനം ചെയ്യുന്നത്. ഇപ്പോൾ ഈ രാജ്യത്ത് പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു വലിയ വിഷയം ഈ ഡിഫൻസിന് വേണ്ടി ഇങ്ങനെ വലിയ തോതിൽ ധനം നിക്ഷേപിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ആലോചിക്കുന്നവർ ഒരു വശത്തുണ്ട്. കാരണം ഇന്ത്യയിൽ പ്രധാനമായും ഇപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ പരിഹരിക്കൽ, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, ഇതൊക്കെയാണ് സർക്കാരിന് മുന്നിൽ വലിയ പ്രസക്തമായി വരേണ്ട കാര്യങ്ങളെന്ന് വാദിക്കുന്നവരുണ്ട്. പശ്ചാത്തല വികസനത്തിൽ ശ്രദ്ധിക്കണം എന്നൊക്കെ. പക്ഷേ ഒരു കരുത്തുറ്റ സേന ഒരു രാജ്യത്തിൻ്റെ അഭിമാനമാണ് എന്ന് നാം തിരിച്ചറിയണം. മാത്രമല്ല ശക്തമായ ഒരു സേനയും സുരക്ഷയുമുള്ള സ്ഥലത്ത് മാത്രമേ നിക്ഷേപം നടത്താൻ പുറത്തു നിന്നുള്ള നിക്ഷേപകർ എത്തുകയുള്ളൂ. അപ്പം നമ്മൾ വലിയ തോതിൽ വിദേശ നിക്ഷേപം ഇവിടെ പ്രതീക്ഷിക്കുമ്പോൾ അതിന് ഈ രാജ്യം കരുത്തുറ്റ ഒരു രാജ്യമാണ് എന്ന് തെളിയിക്കേണ്ടതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സുരക്ഷയും വളരെ വളരെ സുപ്രധാനമാണ്. കാരണം ഇന്ത്യക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ വരുമ്പോൾ അത് നമ്മുടെ സേന ശക്തമാകുമ്പോൾ ഒരുപക്ഷെ അവരതിന് മുതിരാതിരിക്കും. അപ്പോൾ ഈ ഘട്ടങ്ങളിൽ നമുക്ക് ശക്തമായൊരു സേനയുണ്ടാകണം. അതിൽ വ്യോമസേനയുടെ പങ്ക് വളരെ സുപ്രധാനമാണ്. അത് ഏറ്റവും ആധുനികമായിരിക്കണം എന്ന കാര്യത്തിൽ തർക്കവുമില്ല.